അസ്സലാമു അലൈക്കും എവരിവൺ. ഞാൻ ഈ നാട്ടിൽ വന്ന അവസരത്തിലൊക്കെ റമലാൻ എന്ന് പറഞ്ഞത് ജൂലൈയിലും ജൂണിലൊക്കെ ആയിരുന്നു. അന്ന് നമ്മളൊരു 19 മണിക്കൂറൊക്കെ നോമ്പ് വെക്കേണ്ടിയിരുന്നു. രാവിലെ നേരത്തെ തുടങ്ങിയിട്ട് നല്ലോണം വൈകിട്ടായിരുന്നു നോമ്പ് ഫിനിഷ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത് കയറി വന്ന് മാർച്ചിലൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിലൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അന്നും ഇന്നും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാർച്ചിലാണല്ലോ നോമ്പ്. മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പുള്ള സമയമാണ് ആവേണ്ടത്. ഇവിടെ മഞ്ഞും മഴയൊക്കെ ആയിട്ട് ഒരു ചീഞ്ഞ അവസ്ഥയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. സ്പ്രിംഗ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ കൂടി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വെയിലാണല്ലോ. അത് പിന്നെ അതുകൊണ്ട് ആ സമയത്ത് റമളാൻ വന്നപ്പോഴാണ് വെയിലുണ്ടായിരുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ കയറി ഇപ്പോൾ മാർച്ചിലെത്തിയിട്ടും എല്ലാ തവണ ഇവിടെ റമളാൻക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ റമളാൻ വെയിലായിരിക്കും. എപ്പോഴും റമളാൻക്ക് വെയിൽ പറിച്ചവള തരും. എന്താ അറിയില്ല, വെളിച്ചവും വെയിലും റമളാനും തമ്മിലൊക്കെ എന്തോ ബന്ധമുണ്ട്. ബന്ധം എന്താണെന്നുള്ളത് നമുക്കിനി കണ്ടുപിടിക്കണം. പക്ഷെ ഇപ്പം അതല്ല ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഈ റമളാനിലേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയിടേണ്ട കേട്ടോ. നമുക്ക് ആഗ്രഹിക്കാം, നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതൊന്ന് എഴുതിയിടണം. എഴുതിയിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് ചെയ്യും വേണം. നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ജോലി ചെയ്യാനാണ് നമ്മൾ ജോലി കണ്ടുപിടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു റെസ്യൂമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത റമളാനാകുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡ്രീമിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഈ മാസം ഒന്നാണെങ്കിൽ അടുത്ത മാസം വേറെ ഒന്നാണ്. നമ്മളത് മറക്കും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും നമ്മൾ ഓർക്കൂല. പക്ഷെ അടുത്ത റമളാനായിട്ട് നമ്മളിത് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ശരിക്കും അത് ചെയ്യാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു ആഗ്രഹത്തോടു കൂടി, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ അതിന് വേണ്ടി ഞാൻ ചെയ്യണം, എന്തൊക്കെ അതിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. അടുത്ത റമളാനാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ഈ വേർഡ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അവർ അതിന് വേണ്ടിയിട്ട് ഒരു സപ്ലയറിനെങ്കിലും, ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരിനെങ്കിലും ഒരു കുറച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്ന. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത റമളാൻ അറിയാലോ പടച്ചോൻ നമ്മളെത്ര സഹായിച്ചിട്ടുണ്ട് ഇതിലെന്ന്.